നമുക്കിന്നേ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മധുരമായാലോ. അവല് വിളയിച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നെയ്യില് കശുവണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും വറുത്ത് മാറ്റി വെക്കാം. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന പലഹാരങ്ങളെക്കാളൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം ശർക്കര പാനിയാക്കിയത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് തിളച്ച് വരുമ്പോൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മട്ട അവലാണ് കേട്ടോ. മട്ട അവലും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു മണത്തിനും രുചിക്കായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ എള്ള് ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്ത് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ഹെൽത്തി ആവും, അതുമാതിരി തന്നെ ഭംഗിയും കൂടും. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ അവല് വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. നമ്മുടെ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. താങ്ക്